ഹായ് ഫ്രണ്ട്സ്, ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിന്ന് ഞങ്ങൾ ഭയങ്കര ഒരു സന്തോഷമുള്ള ദിവസമാട്ടോ ഇന്ന്. അതായത് ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ ഒരു ചെറിയ വീഡിയോ ഇട്ടായിരുന്നു, ഒരു ഷോർട്ട് വീഡിയോ. അപ്പൊ ആ വീഡിയോ കണ്ടിട്ട് കാരാപ്പുഴ ഡാമിന്റെ അവിടെ ഒന്നൊരു റൈഡിന്റെ വീഡിയോ ആയിരുന്നേ. അപ്പൊ ആ വീഡിയോ കണ്ടിട്ട് അവര് അതിന്റെ അഡ്വഞ്ചറിന്റെ സോൺ എന്ന് പറഞ്ഞിട്ട് അവര് ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തേക്കാണ് അവരുമായിട്ട് കൊളാബ് ചെയ്യാൻ. അപ്പൊ ഞങ്ങൾ അതിനു വേണ്ടി പോവാണ്. നമ്മുടെ ആദ്യത്തെ അച്ചീവ്മെന്റ് ആയിട്ട് വേണമെങ്കിൽ പറയാം. ഫാൻസിക്കും ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കട്ടോ. നമ്മുടെ ഇവിടെ നിന്ന് ഇമയും കൂടി ഉണ്ട്, നമ്മുടെ ഒരു കസിനാണ്. ഇമ ഇങ്ങോട്ടൊന്ന് നോക്കിയേ, പിടിച്ചോ. ഞങ്ങൾ അന്യഗ്രഹത്ത് പോകട്ടോ. ഇതല്ല ഇമ ഇപ്പൊ തന്നെ സൈഡായിട്ടിരിക്കുക. ഞങ്ങൾ ഇമേനെ കേട്ടാൻ വേണ്ടി കൊണ്ടുവന്നാണ് കേട്ടോ. ഒരു അനുഭവം ആയിക്കോട്ടെ ഇമയ്ക്ക്, അല്ലേ? പറയരുത് സിപ്പിലയിൽ കേറണം. ഞങ്ങൾ സിപ്പിലേക്ക് അങ്ങോട്ട് പോവാട്ടോ. ആൻസി ഞങ്ങൾ സിപ്പ് ലൈൻ്റെ അങ്ങോട്ട് എത്തി കേട്ടോ. ഇതൊക്കെ കാരാപ്പുഴൻ്റെ കെട്ടിൻ്റെയൊക്കെ ഒരു മൊത്തം വ്യൂ നമുക്ക് ഇവിടെ നിന്നാൽ കിട്ടും കേട്ടോ. എന്താ ആൻസി, പേടിയുണ്ടോ? ഇമയ്ക്ക് പേടിയില്ലല്ലോ? ഇല്ല. അപ്പം നമ്മൾ ഇതിൽ അവിടം വരെ എത്തണം കേട്ടോ. അത് ആൻസി പോവാണേ. ആൻസി സെറ്റല്ലേ? ഉണ്ട് ഇതാട്ടോ, ഡാമിൽ നിന്ന് തുറന്നു വിടുന്ന വെള്ളമാണ്. ആൻസി പോവാണ്. ഞങ്ങൾ സിപ്പ് ലൈൻ കയറി വന്നു കേട്ടോ. 600 മീറ്റർ ഉണ്ട്. ആൻസി എങ്ങനെ ഉണ്ടായിരുന്നു ഇമേ? ഇവിടെ അതേപോലെ പുതിയ റൈഡുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഇതൊരു റൈഡാണ്, മേളിൽ കൊണ്ടുപോയിട്ട് ഒറ്റ ഇടല്, അങ്ങനത്തെ ഒരു സംഭവം തോന്നുന്നത്. അതേപോലെ ഇത് കണ്ടോ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടാവും. ഇത് നമ്മൾ അടുത്ത് കയറാൻ പോകുന്നത് ജയിൻറ്റ് സ്വിങ്ങിലാണ് കേട്ടോ. അങ്ങനെ ആൻസിയുമേയും രക്ഷാകവചം അണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പേടിയുണ്ടോ? ഇത് പറ്റതുപോലെയല്ല കേട്ടോ, ഇച്ചിരി പേടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഈ ചിരി അപ്പോഴും കാണണേ. നമ്മൾ ജയിൻറ്റ് സ്വിങ്ങിൽ കയറാൻ പോകണേ. ഊഞ്ഞാല് അങ്ങോട്ടാട്ടോ വലിച്ചു വിടുതേ. കയറിക്കോ. ആ ഞാൻ നടുക്കിയിരിക്കണമെന്ന്. ഞാനെന്ത് തെളിഞ്ഞിരുന്നാണോ? മതിന്ന് പറ അവരോട്. ഓക്കെ, പിടിച്ചിരുന്നാണേ. സ്പീഡ് കുറഞ്ഞു. ഇതൊരു മാതിരി കൈ വിട്ടോ? അമ്മേ, ഞങ്ങള് ചത്തൂല വിചാരിച്ചേ. വല്ലാത്തൊരു സംഭവം കേട്ടോ ഇത്. ഇവ മേടിച്ചോ? ഞാൻ വിറച്ചു പോയി ശരിക്കും. പേടിച്ചില്ല, മനസ്സിന് പെട്ടെന്ന് തെളിഞ്ഞു അല്ലേ? എന്റെ അമ്മോ, ഇത് വല്ലാത്തൊരു സംഭവം തന്നെ. ഇങ്ങനെ ഞങ്ങള് ജയിൻറ്റ് സ്വിങ്ങിന്ന് ഇറങ്ങി കേട്ടോ. ഒരു രക്ഷയില്ലാത്ത സംഭവമാണ്. ഞങ്ങൾ വിചാരിച്ച് ഇതോടെ പരിപാടിയെല്ലാം തീർന്നു പോകുന്നത്. പക്ഷെ നല്ല സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒന്നും പേടിക്കാനില്ല. വയനാട്ടിൽ വരുന്നവരെന്തായാലും വരണം, വിസിറ്റ് ചെയ്യണം. കാരാപ്പുഴ ഡാം അഡ്വഞ്ചർ
ഇനി ഇങ്ങോട്ടാ എനിക്ക് ഇപ്പോഴും വേറെ മാറിയിട്ടില്ല. എനിക്ക് മറന്നില്ല. അവിടെ പോയി ഒരു 5 മിനിറ്റ് ഇരുന്നാലോ? നമുക്ക് എന്തായാലും ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് എവിടെയെങ്കിലും ഇരുന്നിട്ട് പോവാ കേട്ടോ. ഒരു രക്ഷയില്ല. ഇമ്മയല്ല പേടിയില്ലാന്നൊക്കെ പറഞ്ഞു. ഇവ പകുതി പൊക്കിയപ്പോ പറയാണേ ചേട്ടാ മതി നിർത്ത്. ഞാൻ കണ്ണെടുത്ത് വരെ നിന്നതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു കാല് പൊട്ടുമെന്നേരം തോന്നിപ്പോയി. അങ്ങനെ തടിയുണ്ട്. അയ്യോ ഒരു രക്ഷയില്ല കേട്ടോ. ഇത് കണ്ടോ ഇമ്മേന്റെ മുഖമൊക്കെ ചുമന്ന് രണ്ടുപേരും ഭയങ്കര വിറക്കില്ല കേട്ടോ. പിന്നെ എന്റെ കാര്യം പറയണ്ടല്ലോ, ഞാനാണ് ഇവരിൽ ആദ്യം കാർ ചെയ്ത് ഞാനാണ്. തുടക്കത്തിലുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, അമ്മാതിരി പേടിച്ചു. ഈ ഒന്ന് തളർവാദം വന്നു കോടി ഇവളിപ്പോഴും വിറക്കല്, ഇവള് വീഴുവോ? ഇമേ വീഴൂലല്ലോ. ഇങ്ങനെ കോടി പോവാന്നൊക്കെ പറഞ്ഞിട്ടില്ല, അതുപോലെ ആയപ്പോ ഇതുപോലെ എനിക്ക് തോന്നി. എനിക്കാണല്ലോ, എനിക്ക് വായില് വെള്ളമൊക്കെ അങ്ങ് വച്ചിപ്പോയി. എന്റെ അമ്മോ, ഇത് പുതിയ റൈഡാട്ടോ. ഇതിൽ കയറിയ സൂപ്പർ ആയിരിക്കും. ഇതിന്റെ അപ്പുറത്തേക്ക് പോവില്ലല്ലോ. ആ ഇത് അതേപോലെ മേളിൽ പോയിട്ട് ഒറ്റ ഇടലം കിട്ടിട്ട് ദൈവമേ. ഇത് കണ്ടോ, ഒരു ചേട്ടനും ഒരു ചെറിയ കൊച്ചും ഉണ്ട്. ദൈവമേ, അവസരം വരുന്നേ ഉള്ളൂ. മേളിലേക്ക് എത്തപ്പോഴാണ് കാറല്ലേ. യോ ഇത്രയും ഹൈറ്റില് നമ്മള് പോയി. എന്റെ അമ്മേ, കയറൊന്നും പൊട്ടിയല്ല. വിട്ടു. അമ്മേ, ഇങ്ങനെയാ നമ്മള് പോയതല്ലേ. ചേട്ടാ അവിടുന്ന് മാറി എടുക്ക, ചേട്ടൻ തലയൊന്നും ഇടിക്കും. ആ കൊച്ചു കാറുന്ന നമ്മള് കാറിന്ന് ആരെങ്കിലും നമ്മള് കരഞ്ഞ കാര്യം കേട്ടില്ലല്ലോ അല്ലേ. ഇതെന്താ സംഭവം എന്നറിയോ, ആൻസീനെ ഇമ വലിച്ചോണ്ട് പോവാളെ. ഉരസുന്ന സാധനം കണ്ടപ്പോ ഉരസളത്. വേഗം ഓടി വാ. ആൻസിനെ തള്ളിക്കൊണ്ടാട്ടോ പോണേ. ആൻസിക്ക് ഭയങ്കര പേടി. ആൻസി ഇപ്പൊ മെറ്റയിൽ കയറിയിട്ട് മറ്റേ സംഭവത്തിൽ കയറിയിട്ട് കരഞ്ഞ് കാല് പിടിച്ച് ഇവിടെ വന്നിരുന്നത്. എന്നിട്ട് ഇതിൽ കയറാൻ പേടിയാതെ. എടി വാടി വാ. ഇരുന്നാ മതി, ഇത് വേറെ റിസ്ക് ഒന്നുമില്ല. ജസ്റ്റ് മൂടൊന്ന് കീറും, അതിൽ കൂടുതലൊന്നുമില്ല. ഇല്ലെന്ന് നീ ഇരുന്നല്ല, അവർ ഓടി വരുവാണോ? പാൻ്റല്ലേ കീറുള്ളൂ, പേടിക്കണ്ട പോര്. എന്താ നിനക്ക് ഇത്ര പേടിയായിട്ട് വന്നില്ല ഞാൻ അതിൽ കയറ്റിയേ. ഇമ്മവാ, പാൻറ് കീറിയില്ലല്ലോ. പോരട്ടെ. ആ ഇമ്മയ്ക്ക് പേടിയൊന്നുമില്ല. അതാ ഇമ്മയ്ക്ക് പേടിയൊന്നുമില്ല. നിങ്ങളെ കൊണ്ടൊക്കെ വേണം ഇങ്ങനെ പാർക്കിൽ വരാൻ കേട്ടോ. പിള്ളേരെ കൊണ്ടൊന്നല്ല വരണ്ടേ. ഊഞ്ഞാലാടണം, ഊഞ്ഞാല്. പക്ഷേ നമുക്ക് വല്ല പുറത്തു പോവാ അല്ലേ. ഞങ്ങൾ കൊച്ചിനെയൊക്കെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് കേട്ടോ ഇതിൽ കയറിയ. കൊച്ചിനെ കൊണ്ടാക്കി എന്തായാലും നന്നായിട്ടോ. കാരണം അതുമല്ല, ആ ചേച്ചി പറഞ്ഞായിരുന്നു, നമ്മളെ വിളിച്ച മേഡം പറഞ്ഞായിരുന്നു, അതായത് കൊച്ചിനെ കൊണ്ടുപോയി വിട്ടോ, അല്ല കൊച്ച് വേറെ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ കൊച്ച് നിൽക്കുമെന്ന് ചോദിച്ചു. കാരണം നമ്മള് റൈഡിലൊക്കെ കയറുമ്പോ കൊച്ചല്ലേ ഒറ്റയ്ക്ക് നിൽക്കല്ലേ. അതുകൊണ്ട് അപ്പൊ ഞങ്ങൾ കൊച്ചിനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടാ ഇത് നോക്കിയേ ജീപ്പിലാണ്. അടുത്ത കൊച്ചിനെ കയറ്റിക്കൊണ്ട് വന്നത് ജീപ്പിലാണ്. അല്ല, ഒരു പ്രത്യേകത ഉണ്ട്, എന്താ അറിയോ, ഇവിടെയാണ് റിവേഴ്സ്, അതേപോലെ ഇവിടെ ഫസ്റ്റ്, പിന്നെ ഇവിടെ സെക്കൻഡ്, തേർഡ്, ഇത്രേ ഉള്ളൂ. ഡ്രൈവിംഗ് അറിയാത്ത ഞങ്ങളോട് 2 പേരോടുമാണ് ഫസ്റ്റും സെക്കൻഡ് റിവേഴ്സ് ഒക്കെ പറഞ്ഞു തരുന്നുണ്ടോ. ഒന്നൊന്നൊന്നര റൈഡുകളാണ് കേട്ടോ. എല്ലാരും വന്ന് കയറുന്നതാണ് ഞങ്ങളുടെ ഒരു വേറെ. ഏകദേശം ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ. ഇവിടെ നോക്കിയിരിക്കുന്നുണ്ടോ, നല്ല ചകചകാന്നായ. നമുക്ക് പോവാ. അങ്ങനെ ഞങ്ങള് കാരാപ്പുഴ ഡാമും അതിലെ കുറെ റൈഡുകളിലൊക്കെ കേറി കഴിഞ്ഞിട്ട് ഞങ്ങള് ഇന്നലെ തന്നെ വീഡിയോ എടുക്കാൻ പോണെന്നാണ് ഞങ്ങൾ വിചാരിച്ചേട്ടോ. അതിലൊരു റൈഡിൽ കയറിയപ്പോ ഞങ്ങൾ എല്ലാ പിടുത്തവും വിട്ടു. അപ്പൊ ഞങ്ങൾ എന്തെയ്തു, അമ്മ കേറി, കൊച്ചിനും കണ്ടപ്പോ കൊച്ചിനും പേടിയായിട്ടോ. അപ്പൊ ഞങ്ങൾ അത് കാരണം ഇന്ന് ഞങ്ങള് മാനന്തവാടി സൈഡിലേക്കാണ് പോകുന്നത് കേട്ടോ. ഇപ്പൊ നമ്മളിതാ ഇപ്പൊ നമ്മള് നിക്കുന്നത് നമ്മുടെ ചീങ്ങേരി അമ്പലത്തിന്റെ അടുത്താണ്. ചീങ്ങേരി അമ്പലം എന്ന് പറഞ്ഞാല് പ്രശസ്തമായിട്ടുള്ള അമ്പലമാണ് കേട്ടോ. അതായത് ഇത് ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ടുള്ള ഒരു അമ്പലമാണ് ഇത്. ഇതിന്റെ ഉള്ളിലേക്കാണ് അമ്പലം വരുന്നത്. ഇതിനുള്ളിലോട്ടാണ് കേട്ടോ. ഇതാണ് എൻട്രൻസ്. ആ കാണുന്നതിന്റെ ഉള്ളിലോട്ടാണ് അമ്പലം. ലെഫ്റ്റ് സൈഡിലാണ് അമ്പലം. ചീങ്ങേരി അമ്മ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ഇന്ന് എങ്ങോട്ടാ പോണെന്ന് അറിയാം ആൻസിക്ക്? നമ്മൾ ആദ്യം പോകുന്നത് ബാണാസുര സാഗർ ഡാമാണ്. അതായത് നമ്മളിപ്പോ കാരാപ്പുഴ കണ്ടില്ലേ,
വയനാട്ടിലെ 2ാം സ്ഥാനമല്ലേ ഇതിന്? എർത്ത് ഡാമുകളിൽ ഡാമുകളിൽ 2ാം സ്ഥാനം. വലിയ എർത്ത് ഡാമുകളിൽ 2ാം സ്ഥാനമാണ് കാരാപ്പുഴയ്ക്ക്. ഇപ്പൊ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എർത്ത് ഡാമിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്, അതായത് ബാണാസുര സാഗർ ഡാം. ഇപ്പോൾ കൽപ്പറ്റയിൽ നിന്ന് വരികയാണെങ്കിൽ ജസ്റ്റ് 15 കിലോമീറ്റർ ഉള്ളൂ നമ്മുടെ ഈ ബാണാസുര സാഗർ ഡാമിലേക്ക് ദൂരം. അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിയതിനു ശേഷം പറയാം കേട്ടോ. അങ്ങനെ നമ്മൾ ഡാമിലേക്ക് എത്താനായിട്ടോ. റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല അത്യാവശ്യം വലിയ റോഡാണ് പണിയുന്നത് അല്ലേ? ഇവിടുന്ന് സാധാരണ ചെറിയ റോഡാണ്, നല്ല വലിയ റോഡാണ് പണിയുന്നത് കേട്ടോ. നമുക്ക് ഇനി ഒരു 6-7 കിലോമീറ്ററിന് അടുത്തുണ്ട് അവിടേക്ക് എത്താനായിട്ട്. നമുക്ക് അങ്ങോട്ട് എത്തിയിട്ട് കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബാണാസുര സാഗർ ഡാമിൻ്റെ അങ്ങോട്ട് എത്തിയിട്ടോ. ഇവിടെയാണ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ടിക്കറ്റ് ഒരാൾക്ക് 30 രൂപ, പിന്നെ നമ്മുടെ ക്യാമറയ്ക്ക് ഒരു 50 രൂപ ചെറിയ ഫീസ് ഉണ്ട് കേട്ടോ. പിന്നെ പാർക്കിംഗ് ഒരു 40 രൂപ. അങ്ങനെയാണ് മൊത്തം ചാർജ് വരുന്നത്. ഇവിടെ സിപ്പ് ലൈനൊക്കെ ഉണ്ടല്ലോ ആൻസി. ഇവിടെ വേണമെങ്കിൽ വേറൊരു കാര്യമുണ്ട്. ഇതാ മറ്റേ കാറുണ്ട് കാണാം. നമ്മുടെ കുഞ്ഞാറ്റുണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ. ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് വണ്ടിയിൽ പോവാം മുകളിലേക്ക്. അതിൻ്റെ ആവശ്യമില്ലല്ലോ, നടന്നാൽ പോരെ. നമ്മുടെ നേരെ മുമ്പിൽ കാണുന്ന കേട്ടോ ഡാമിൻ്റെ കെട്ട് വരുന്നത്. പിന്നെ അപ്പം മറ്റേ ഇതെവിടെ ആയിരിക്കും, ഷട്ടറൊക്കെ എവിടെ ആയിരിക്കും? കാര്യം ഞങ്ങൾ രണ്ടും വയനാട്ടുകാരാണ്. ഞങ്ങൾ ആദ്യമായിട്ട് കേട്ടോ ബാണാസുര സാഗർ ഡാമിലേക്ക് വരുന്നത്. നടന്നു പോകുന്നതിന് കുഴപ്പമുണ്ടോ? പോയി നോക്കാം അല്ലേ? ഇതിലൂടെയാണോ അതിലൂടെയാണോ? ഇതിലായിരിക്കും. അപ്പോൾ ഈ കെട്ടിൻ്റെ അപ്പുറത്താണ് നമുക്ക് വെള്ളം വരുന്നത് കേട്ടോ ആൻസി. ഇതിൻ്റെ അപ്പുറത്ത് ഇത് നമുക്ക് വേണമെങ്കിൽ നടന്നും പോകാം, അല്ലെങ്കിൽ ഇതാ അവിടെ നമ്മളിങ്ങോട്ട് എൻട്രൻസിൻ്റെ അവിടെ തന്നെ ഒരു വണ്ടിയുണ്ട്. വണ്ടിയിൽ വേണമെങ്കിൽ വണ്ടിയിലും കയറി പോകാം. ഒരാൾക്ക് 25 രൂപയാണ് കേട്ടോ വരുന്നത്, 1 സൈഡ്. 2 സൈഡും വേണമെങ്കിൽ അതിന് വേറെ പൈസ വരും. നമുക്കെന്തായാലും മേളിൽ പോയി നോക്കാം അല്ലേ? കുറേ നടക്കാനുണ്ടോ എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു സംശയം. ഇത് ഈ കാണുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു ഇതും കൂടി കാണുന്നുണ്ട്. അപ്പോൾ കുറച്ച് അധികം നടക്കാനുണ്ട് മോളെ. വെറുതെ അല്ല വണ്ടിയിൽ പോണോ? വേണ്ടല്ലേ? ഈ കാണുന്നതാണ് സിപ്പ് ലൈൻ കേട്ടോ. ഇവിടെ ചെറിയ സിപ്പ് ലൈൻ ഉണ്ട്. ചെറുതാ. കുഞ്ഞാറ്റനെ കയറ്റണോ സിപ്പ് ലൈനിൽ? എനിക്ക് കയറ്റാ അല്ലേ? ഇങ്ങോട്ട് വായിക്കേ. ഇന്ന് കൊടയൊക്കെ പിടിച്ചാട്ടോ നടക്കണേ. അവിടുന്ന് പോന്നിട്ടുണ്ട് എവിടുന്നോ. എടി ഇത് പക്ഷെ നല്ല ദൂരമുണ്ട്. ഇത് വരുന്നുണ്ടോ കുഞ്ഞാറ്റ? അത് നോക്കി, ആകാശത്തൊരു ചേട്ടൻ വരുന്നുണ്ടോ? ആൻസി ഇത് കണ്ടോ? ഈ ഒരു കമ്പി അതാണ് ബ്രേക്ക് ഇടുന്നത്. വേണം ഇവിടെ നിന്ന് ഞാൻ കാണിച്ചു തരാം. അതല്ല, ഇവിടെ ഉണ്ട് കേട്ടോ. അവിടെ എത്തിയല്ലോ. ഇത് കുറേ ദൂരമുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഇന്നലെ കയറിയതുണ്ടല്ലോ 600 മീറ്റർ ഉണ്ട്. ഇത് 600 ഇല്ല. ഇത് അതിൽ കൊച്ചിനെ കയറ്റൂല. കൊച്ചിനെ കയറിയാ ഇങ്ങനെ പോവൂല. കൊച്ചിന് പോകാൻ പറ്റില്ലടി. ഇത് കണ്ടോ, ഈ വരുന്ന വണ്ടി കണ്ടോ? അതായത് ഈ പോണേ ഇതാണ് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയുള്ള വണ്ടിയാണ് കേട്ടോ. KCBയുടെ വണ്ടിയാണല്ലോ. അതിലേ പക്ഷേ ആൾക്കാരെ കൊണ്ടുപോണേ. എന്താ കുഞ്ഞാ? എന്തായാലും നടന്നത് നന്നായി. ടീമിന് ഇതൊക്കെയാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. എടി ഈ ഉടുപ്പിച്ച് ലൂസാണോ? അങ്ങനെ ഇടുന്നതല്ലേ? നമുക്കെന്തായാലും നടക്കാം. കുറച്ചുണ്ട് നടക്കാൻ. നമുക്കിത് ഈ സ്റ്റെപ്പ് വഴി വേണം കേട്ടോ മേളിലേക്ക് കയറാൻ. വണ്ടി പോകുന്ന അപ്പുറത്ത് കൂടി ഒരു വഴിയുണ്ട്, അതിലങ്ങനെയാണ് വണ്ടി പോവുക. നമ്മൾ ഈ സ്റ്റെപ്പ് വഴി വേണം കയറാൻ. കുഞ്ഞാറ്റയ്ക്ക് പിന്നെ സ്റ്റെപ്പൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമാണ്. ഇതുണ്ടോ, ഇതിൻ്റെ അടിയിൽ കൂടി കനാലുണ്ട് കേട്ടോ, വെള്ളം ഒഴുകി പോകാനുള്ള. അയ്യോ, ഇത് കുറേ ഉണ്ടല്ലേ. അതിലേ കയറ്, സ്റ്റെപ്പിൽ കൂടി കയറും. ഞാൻ എങ്ങോട്ടാ പോണേ? സ്റ്റെപ്പിൽ കൂടി കയറുക കേട്ടോ. ഇത് അങ്ങ് മേള് വരെ ഉണ്ട് കേട്ടോ. എത്ര പടിയുണ്ടെന്ന് എണ്ണിയാലോ. നമ്മളങ്ങനെ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഇങ്ങോട്ടൊന്ന് നോക്കി, നല്ലൊരു സീനറി അല്ലേന്ന്. നല്ല പച്ചപ്പാ കേട്ടോ, അവിടം വരെ ലാസ്റ്റ് വരെ ഉണ്ട്. ആൻസി അവിടെ വെയിൽ കൊള്ളാണ്ടിരിക്കാനുള്ള സൗകര്യമുണ്ട്. വെള്ളം കണ്ടിരിക്കുക. ഇതിലേ അടി കയറി നടക്കണേ കുഞ്ചാ? പിടിച്ചാൽ മതി അല്ലേ? ഇപ്പുറത്തേക്ക് വീഴല്ലേ.
നല്ല സൂപ്പർ വെയിലാട്ടോ. അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് എത്തി കേട്ടോ. ഇവിടുന്ന് കുറേ സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഡ്രോൺ ഉപയോഗിക്കാൻ പാടില്ല, പിന്നെ ഫിഷ് സ്പാ, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ കേട്ടോ. ഓ ആൻസി, അതിലായിരുന്നു നമ്മൾ വരണ്ടേ. സിപ്പ് ലൈൻ ഇവിടെയാ. ആ വഴി കുറേ പേര് കയറിയിരുന്നു. ഫിഷ് സ്പായും കാര്യങ്ങളൊക്കെ അങ്ങോട്ട്. നഴ്സറി ഉണ്ട്, നാച്ചുറൽ പാർക്ക്. വെള്ളം കണ്ടടി. കുഞ്ഞാറ്റ് ഇങ്ങോട്ട് വാ. എൻ്റെ കുഞ്ഞാറ്റ് ഇങ്ങനെയൊക്കെ നടക്കണേ. കുട പിടിച്ച് നടക്കും കുഞ്ഞാ, കുട പിടിച്ച് നടക്ക്. ഇത് കൊള്ളാമല്ലേ ആൻസി? ഇവിടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ചുമ്മാ ഇങ്ങനെ ഇരിക്കാം കേട്ടോ. ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട്. അതിൽ സ്പീഡ് ബോട്ട് പോകണുണ്ടോ. ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് സ്പീഡ് ബോട്ട് തന്നെയാണ് കേട്ടോ. ഇതിങ്ങനെ കല്ലിട്ടേക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇങ്ങോട്ട് ഇറങ്ങാൻ പാടില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എടീ, അപ്പുറത്തുനിന്നാണ് സ്പീഡ് ബോട്ട് വരിക. അതുകൊണ്ടോ പോണേ അങ്ങോട്ട്. ഇന്നലെ നമ്മൾ ഊഞ്ഞാലി കയറിയതുകൊണ്ടേ ഇതിലൊന്നും കയറാൻ പിന്നെ പേടിക്കണ്ട അല്ലേ. ആ കാണുന്ന മലകളൊക്കെ ഉണ്ടോ, ബാണാസുര ഹില്ലൊക്കെയാണ് കേട്ടോ അവിടെ വരുന്നത്. മേളിൽ കയറിയപ്പോൾ കുഞ്ഞാറ്റൊന്ന് ഉഷാറായി കേട്ടോ. കുഞ്ഞാറ്റ ഒരേ ഓട്ടം. കുഞ്ഞാ വാ. പാമ്പുണ്ട് അവിടെ, പാമ്പ്. ഇങ്ങ് ഒരു പാമ്പുണ്ട്, വാന്നേ. മണ്ടി വരുന്നുണ്ട്, വേഗം ഇങ്ങ് പോര്. ഇവിടെ ഒന്നും ഇറങ്ങാൻ പാടില്ല കേട്ടോ. ഇവിടെയൊക്കെ പാമ്പ് ശല്യമൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. വെള്ളം നല്ല ഓളം തള്ളുന്നുണ്ടല്ലോ അല്ലേ. കുറേ നടക്കാനുള്ളൊരു ഏരിയ ഉണ്ട് കേട്ടോ. അവിടുന്ന് അങ്ങനെ നടന്ന് നമുക്ക് അവിടെ പോയി ഇരിക്കാം, വെള്ളം കണ്ട് അങ്ങനെ ഇരിക്കാം. ഇതൊക്കെ ഈ വെള്ളത്തിനുള്ളിൽ എന്തായിരിക്കും സംഭവം ആൻസി? കറണ്ടിൻ്റെ വല്ലതും ആണോ? അല്ല, അതൊന്നല്ല, അത് വേറെന്തോ സംഭവം. കെട്ട് അപ്പുറത്തെ സൈഡിലേക്കാട്ടോ വരുന്നത്. അങ്ങോട്ട് പോകാൻ പറ്റുമായിരിക്കും. ഈ സാധനം കാണുന്ന സാധനം എന്താണെന്ന് അറിയാം ആൻസിക്ക്? ഇത് വേസ്റ്റ് ബോക്സ് ആണ്. യൂസ് മീ. പ്രത്യേക ഒരു ഭംഗിയല്ല, ഒരു വല്ലാത്തൊരു മോഡലല്ലേ. കുഞ്ഞാറ്റേ ഓടി. കൊച്ചി ഞങ്ങളെ ഒന്ന് പരീക്ഷിച്ചതാണ്. അവിടെ നിന്ന് നോക്കിയാ നമ്മളെങ്ങാനും ഇനി ശ്രദ്ധിക്കാണ്ട് പോകുമെന്ന്. അങ്ങനെ നമ്മൾ ഇരിക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ, പക്ഷെ അധികമില്ല. ഇത് ഫുള്ള് സോളാറാണ്. ഞാൻ വിചാരിച്ചു ഇത് ഫുള്ള് ഇരിക്കാനുള്ള സംഭവമായിരിക്കും. താഴെ ചെയ്ത് വെച്ചത് തണലിന് വേണ്ടിയാ. സംഭവം ഫുള്ള് സോളാറാട്ടോ. ഇതിൻ്റെ മേളിൽ കയറുന്നൊക്കെ ശിക്ഷാർഹാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഫൈൻ 500 രൂപ ഫൈനാ. ഇതുണ്ടോ, കറണ്ട് ഇവിടുന്ന് എടുത്തിട്ടേ അതാണ് KSEBിയുടെ വണ്ടി ഇതിലേ പോകുന്നത് അല്ലേ. അങ്ങനെ പറയണ്ടേ. ഇന്നൊരു ഒച്ച കേൾക്കുന്നുണ്ടല്ലോ ഇതിന്. ബാണാസുര സാഗർ ഡാം എന്ന് പറയുന്നത് 126 അടി ഹൈറ്റും അതേപോലെ 2247 അടി നീട്ടമാണ് കേട്ടോ ഉള്ളത് ബാണാസുര സാഗർ ഡാമിന്. അപ്പുറത്തേക്കാണ് കെട്ട് വരുന്നത്. കെട്ടിൻ്റെ അങ്ങോട്ട് നമ്മളെ വിടുമെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും ഒന്ന് അങ്ങോട്ട് പോയി നോക്കാം. ഇതുണ്ടോ, ഇതൊക്കെ സോളാറിൽ നിന്ന് കറണ്ട് ശേഖരിക്കുന്ന സാധനങ്ങളാട്ടോ. ഞാൻ ആൻസി പറയുമ്പോഴാണ് ഞാനും ചിന്തിക്കുന്നത്, ഇത് സോളാർ തന്നെയാണല്ലോ അത്. വാ കുഞ്ഞാറ്റെ ഭയങ്കര ഇതൊക്കെ ഉണ്ടോ. ഇവിടെ എന്തൊക്കെയോ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാറ്റെ ഒരു ഹായ് പറഞ്ഞേ, പറ. അതിൽ തുടരുത്, കറണ്ട് അടിക്കും. വാ. തുമ്മണ്. ആരോ കുറ്റം പറഞ്ഞു കൊച്ചിൻ്റെ അല്ലേ. നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റുമായിരിക്കും. സാധാരണ ഡാമിലൊക്കെ വന്നാൽ കെട്ട് കാണാൻ പറ്റില്ലേ. ബാണാസുര സാഗർ ഡാം എന്ന് പറയുന്നുണ്ടല്ലോ 31.45 മില്യൺ ക്യൂബിക് മീറ്റർ വെള്ളം ശേഖരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഈ ഡാമിന്. അതുപോലെ തന്നെ 5 റിവേഴ്സ്, അതിൽ നിന്നുള്ള 5 റിവറിൽ നിന്നുള്ള വെള്ളമാണ് ഈ ഡാമിലേക്ക് വരുന്നത്. ഏതൊക്കെയാണെന്ന് ആൻസിക്ക് ചുമ്മാ ഒന്ന് ഊഹിക്കാമോ? ഇല്ല. കബനിയുണ്ട്, കബനിപ്പുഴ അറിയില്ലേ? പിന്നെ കുന്തി നദിയുണ്ട്, പിന്നെ മാനന്തവാടി, പനമരം, പിന്നെ തിരുനെല്ലി. ഈ 5 റിവറിൽ നിന്നുള്ള വെള്ളമാണ് ഇതിലേക്ക് വരുന്നത്. അതായത് നമ്മുടെ അവിടെ നിന്നൊക്കെയുള്ള പഴയ കാരാപ്പുഴയിലേക്ക് നമ്മുടെ അവിടെ നിന്ന് തോട്ടിൽ നിന്നൊക്കെ വെള്ളം വരുന്നത് പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞ ഒരു സംഭവം. നോ എൻട്രിയാ? ഞാൻ വേണേ ഒന്ന് പോയി നോക്കിയിട്ട് വന്നോ? എടി അല്ല, കെട്ട് കാണിക്കുമായിരിക്കും. ഇവിടെ കെട്ട് കാണിക്കാതെ എന്ത് ഡാമാ? എന്താ ആണോ? KSEBിൻ്റെ ആയിരിക്കും അല്ലേ. അത് ഭയങ്കര ഇതായി പോലോ.
അങ്ങോട്ടായിരുന്നല്ലോ പോകണ്ടേ. ഡാമിൻ്റെ കെട്ട് കാണുക എന്ന് പറയുന്നതല്ലേ അതിൻ്റെ ഒരു ഭംഗി, വെള്ളം ഒഴുകുന്നതൊക്കെ അല്ലേ. അത് ഭയങ്കര ചീത്തയായിപ്പോയി. അപ്പോൾ അങ്ങോട്ട് വിടിയല്ലോ കേട്ടോ. അവിടെ നോ എൻട്രി വെച്ചിട്ടുണ്ട്. പക്ഷെ വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നേ KSEBയുടെ കയ്യിലാണെന്ന് തോന്നുന്നത് അങ്ങോട്ട് അല്ലേ. അങ്ങനെയായിരിക്കില്ലല്ലോ. എന്തായാലും അങ്ങോട്ട് വിടുന്നില്ല. അങ്ങോട്ട് പോയിക്കുന്നത് നല്ല മലകൾ കാണാം കേട്ടോ. നമ്മുടെ ബാണാസുര ഹില്ലെന്ന് പറയുന്ന സംഭവമുണ്ട് ഇവിടെ. ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ സംഭവങ്ങൾ കാണാം കേട്ടോ ഇവിടെ നോക്കിയാൽ. എന്തോ ഏത് എന്തോ ഞാൻ കൊച്ചിന് സിപ്പിലയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സിപ്പിലയും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ല? ഇല്ല, അത് ഇങ്ങനെ ചേട്ടൻ ഇങ്ങനെ പോയില്ലേ ഒരു ചേച്ചി പാർക്ക്, അത് കണ്ടിട്ടാണ് ഈ പറയുന്നത്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നിട്ട് തിരിച്ചു പോവാ അല്ലേ. പക്ഷെ അങ്ങോട്ട് വിടാത്തൊരു ഭയങ്കര ഇതായി പോയല്ലോ. എന്നാവാ അത് കാണിക്കുമല്ലോ കുഞ്ഞ് നമ്മളെ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എർത്ത് ഡാമിലാണ് കേട്ടോ. ഡാമിൻ്റെ ആ കെട്ടിൻ്റെ ആ ഒരു ഏരിയയിലാണ്. നമ്മളെ അങ്ങോട്ട് വിടിയല്ല. അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് നേരെ തിരിച്ച് ഇത്ര നടന്നതേ നമുക്ക് തിരിച്ച് അതേപോലെ നമുക്ക് വണ്ടീൻ്റെ അടുത്ത് ചെന്നിട്ട് കാണാം കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോകുന്നതനുസരിച്ച് പോലീസുകാർ രണ്ടുപേരും ഇങ്ങോട്ട് നടന്നു വന്നു. അപ്പോൾ ഞങ്ങൾ അവരെ കണ്ടപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു നടന്നു. അപ്പോൾ അവർ ഞങ്ങളെ കണ്ടിട്ട് അങ്ങോട്ട് തിരിച്ചു പോയി. അപ്പോൾ നമുക്ക് പോവാൻ കുഞ്ഞാറ്റെ പോവാം. എന്നാ കൊച്ചു കുടയൊക്കെ ചൂടി നടക്ക്. കുട ചൂട്. ഇങ്ങോട്ട് വയ്ക്കുക. ഒരു ഹായ് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. അതൊക്കെ വലിയ വലിയ പരിപാടികളിലാണ് കേട്ടോ. എന്തായാലും നമുക്ക് മെല്ലെ പോവാം. അങ്ങനെ ഞങ്ങൾ വണ്ടിയിലേക്ക് എത്തി കേട്ടോ. പിന്നെ കുഞ്ഞാറ്റതേ ഇവിടെ ഉണ്ട്. കുഞ്ഞാറ്റ ആകെ സൈഡായി ഉറക്കം വരുന്നുണ്ട്. ഒരു ഹായ് പറഞ്ഞേ. ഹായ് പറഞ്ഞേ. ഭയങ്കര ഡിമാൻഡാണ്. അപ്പോൾ വരും വീഡിയോസിൽ പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ കാണുന്നവരേക്കും ഒരു ടാറ്റ പറഞ്ഞു കഴിഞ്ഞാൽ